ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി മുട്ടക്കറിയാണ് കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ഈ കറി ഉണ്ടാക്കാൻ ഒരു 5 മുട്ട ഞാനിവിടെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇത് മുട്ട പൊരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഈ കറി തയ്യാറാക്കുന്നത്. ഞാനിത് വീട്ടിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ്. ഇവിടെ വലിയവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ മുട്ടക്കറി. ഈ കോഴിമുട്ടയൊക്കെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അടുപ്പത്ത് വയ്ക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാവുന്ന സമയത്ത് ആ കോഴിമുട്ട അടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കണത്. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് മറിച്ചിടുക. രണ്ടാമത്തത് ഇനി അങ്ങനെ പൊരിച്ചെടുക്കണം. 2 വലിയ സവാള, 2 തക്കാളി, 4 പച്ചമുളക്, 4-5 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, ലേശം കറിവേപ്പില, അതൊക്കെയാണ് മറ്റ് ചേരുവകൾ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 സ്പൂണ് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ ഉള്ളി ഇതൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുക. സവാള ഇപ്പോൾ നല്ലോണം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ആ തക്കാളി ഒന്ന് നല്ലോണം വഴണ്ടി വരണം. തക്കാളി ഇപ്പം നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ലേശം ഉപ്പ് കോഴിമുട്ടയിൽ ഇട്ടിട്ടാണ് പൊരിച്ചിട്ടുള്ളത്. അതിന് പാകമാക്കിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് കറിവേപ്പില ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി പാകത്തിന് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും പൊരിച്ച് വെച്ച മുട്ട മുറിച്ച് വെക്കണം. പൊരിച്ച മുട്ട ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വീട്ടിൽ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ, പച്ചക്കറി മീനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഇനി ഈ മുറിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇനി ഈ അരപ്പും മുട്ടയൊക്കെ കൂടി ഒന്ന് നല്ലോണം തിളക്കട്ടെ. ഇപ്പോൾ നല്ലോണം തിളച്ചിട്ട് ഈ കഷ്ണത്തിലേക്ക് ഈ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഒരു അടിപൊളി വെറൈറ്റി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുതേ.